ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ദിവസം എന്നുള്ളൊരു വെറുതെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അതായത് ഞാനൊരു 10 മണിക്ക് ശേഷം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ കണ്ട് ഇങ്ങനെ ഇരിക്കും, റീൽസൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. പക്ഷെ അതൊന്ന് മാറണം എന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ഞാൻ അപ്സ്റ്റേഴ്സിൽ പോയി ചെടികളെയൊക്കെ ഒന്ന് നോക്കും. അത് നോർമലി പോയി. പിന്നെ ഈ ഡ്രസ്സുകളെല്ലാം അയൺ ചെയ്ത് അടുക്കി വെക്കേണ്ടുന്ന കാര്യമുണ്ട്. അത് മിക്കവാറും ഞാനങ്ങ് മുകളിൽ പോയി തുണി എടുക്കുന്നത് അങ്ങ് മടിക്കും. പക്ഷേ ഇന്ന് ഞാൻ കൃത്യമായിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന്. ഇനി ഞാൻ കുറച്ച് ചീര നട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ആവുന്നില്ല, കറക്റ്റായിട്ടൊന്നും വളർന്നു വരുന്നില്ല. അങ്ങനെ ഒറ്റമൂലി ചേർക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം വെറുതെ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുക, ഭയങ്കര കൊടും ചൂടല്ലേ, അതിനെ സർവൈവ് ചെയ്യാനായിട്ട്. അതിന് ശേഷം DAP ഇട്ട് കൊടുക്കും കേട്ടോ. ഈയിടെയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു നല്ലൊരു സ്വഭാവമാണ് ഹിന്ദു പേപ്പർ വായിച്ചിട്ട് വേർഡ്സൊക്കെ എഴുതി വെക്കുക. കുറേ ഇപ്പോൾ വായിക്കാതെ എഴുതാതെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നു. അതായത് സ്പെല്ലിങ്ങുകളൊക്കെ മറന്നു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയപ്പോൾ വീണ്ടും തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ ഈ ഒറ്റമൂലി ഇട്ടാണ്, ഈ DAP ഒറ്റമൂലി ഇട്ടാണ് ചെടികളെല്ലാം പുഷ്പിണികളാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാക്കും, അതുപോലെ പൂക്കളും പിടിക്കും. അതിനും കുറച്ച് ഇട്ട് കൊടുത്തത്, പക്ഷെ ഒട്ടും അങ്ങോട്ട് കയറി വരുന്നില്ല. പിന്നെ ഉണ്ട് എന്നും പൂ തരുന്ന ഒരു പെറ്റൂണി ഉണ്ട് കേട്ടോ, ഡബിൾ പെറ്റല. അവനും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്നാലേ ഇനി കയറി വരത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അടുക്കളയിലാണെങ്കിൽ പിന്നെ കുറച്ച് നേരം ഈ ചെടിയുടെ മൂട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ 2 മിനിറ്റ് റൂളിൽ ഈ തുണികളെല്ലാം കഴുകിയിട്ടിരുന്ന് അതെല്ലാം പറക്കിയെടുത്ത് വീണ്ടും അകത്തോട്ട് വെച്ച്, പിന്നെ സെറ്റാഫിൽ ഞാൻ കൂടെ ഒന്ന് മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ സെറ്റാഫിൽ പിന്നെ അകത്ത് കയറി വന്നിട്ട് ഈ ഒരു പോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊന്നുകൂടെ ഒന്ന് ശരിയാക്കി വെക്കണം. അതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെ അതിങ്ങനെ മാറ്റി വയ്ക്കുന്നത്, പിന്നെ ഒഴിക്കാം അങ്ങനെ വെള്ളം ഒഴിച്ച്, സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തുകൊണ്ട് ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ച് പുറത്തോട്ട് വീട്, പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ് കേട്ടോ, ഇങ്ങനെ റോസാപ്പൂക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പൂക്കൾ ഇങ്ങനെ കൊണ്ടുവെക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിനി വീടിപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി വീട് പണിയൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലവർ വേസ് പോലെ എന്തെങ്കിലും ഒരു സംഭവം മേടിക്കണം. അങ്ങനെ ഞങ്ങളെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഈ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കൂടുവാണ്. അങ്ങനെ അലമാരിയിൽ ബെഡ്ഷീറ്റുകൾ ഞാനിങ്ങനെ മാറ്റി, ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. ഇത് പില്ലോ കവേഴ്സ് എല്ലാം കൂടെ ഒരിടത്ത്, ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ഒരിടത്ത്, ടവലെല്ലാം കൂടെ എടുത്ത് അലമാരിയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. പിന്നെ ഇപ്പം ഡ്രസ്സുകളൊക്കെ ചാക്കിനകത്തും കവറുകളിനകത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വെച്ചേക്കുക. മുകളിലത്തെ നിലയിൽ ഭയങ്കര ചൂടാണ്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ വെറുതെ കണ്ടുപിടിച്ചതായ ഒരു വളരെ കട്ടിയുള്ളൊരു കമ്പിളി എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനൽ കവർ ചെയ്ത് വെച്ചാൽ ആ കൊടും ചൂട് ഇങ്ങോട്ട് അടിക്കത്തില്ല. അല്ലെങ്കിൽ 3:30 ആകുമ്പോഴത്തേനും കൊടും ചൂടടിക്കും. എന്തായാലും അങ്ങനെ വെച്ചു. ജനാല ഇങ്ങനെ തുറക്കുമ്പോൾ എൻ്റെ മന്ദാരം ഒക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ബെഡൊക്കെ വിരിച്ചു. ഒരു വൃത്തിയില്ലാതെ തോന്നുന്നെങ്കിലും ഞാൻ പിന്നെ അതിനുശേഷം ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ മടക്കി വെച്ചു, അയൺ ചെയ്ത് വെച്ചേക്കും. അത് കഴിഞ്ഞ ദിവസം അയൺ ചെയ്തതാണ് കേട്ടോ. ഈ ഡ്രസ്സുകൾ ഒട്ടും മുക്കാലും സ്റ്റൈൽ കളക്ഷൻസിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പുറത്തെ ഷെൽഫിൽ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ കുറേ ഇനി അടുക്കാനുണ്ട്. അങ്ങനെ ഇന്ന് ഞാനൊരു 4-5 ചുരിദാർ എടുത്ത് മടക്കി അടുക്കി വയ്ക്കാനായിട്ട്. ഇങ്ങനെ അടുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ബോറടിച്ച പോലെ തോന്നി. അങ്ങനെ വീണ്ടും വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചെടികളുടെ അടുത്തൊക്കെ നിന്ന് അങ്ങ് ദൂരോട്ട് നോക്കുമ്പോൾ അങ്ങ് മലകളും ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വൈബടിച്ച് വീണ്ടും കയറി വന്നു. ഈ ഡ്രസ്സ് എല്ലാം സ്റ്റൈൽ കളക്ഷൻസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ ഒട്ടുമുക്കാൽ ഡ്രസ്സുകൾ സ്റ്റൈൽ കളക്ഷൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടുന്ന കാര്യം. അതുപോലെ എല്ലാം സെറ്റോടെ പറക്കി വയ്ക്കും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് അപ്പം തന്നെ ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കാം. എന്നും ഞാൻ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന നിർത്തുന്നു, അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. വീടും വൃത്തികേടായി കിടക്കും. കാരണം ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്തും ഒക്കെ വീടങ്ങ് അലങ്കോലമാക്കും. ഈ ഒരു കറുപ്പ് ഡ്രസ്സെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് കോട്ടനാണ്. അതും സ്റ്റൈൽ കളക്ഷൻസിൻ്റെ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് ഒരു 3 ഡ്രസ്സ് ഞാൻ ഒരുമിച്ചെടുത്ത്, ഒരേ കളറ് ഒരേ തുണി.
പക്ഷേ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തു വെച്ചത് ഇന്ന് ഈ ഡ്രസ്സാണ് കേട്ടോ. 12:15 അല്ലെ 12:30 ആകുമ്പോഴത്തേക്കും എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തതാണ് ഇത് ഇത്രയും. ഇതെൻ്റെ കമ്മൽ ബോക്സാണ്. ഞാൻ അങ്ങനെ ഈ മാച്ചിങ് കമ്മലുകൾ 10 രൂപയുടെയൊക്കെ ഇങ്ങനെയുള്ള കമ്മലുകൾ ഒരുപാട് ഉപയോഗിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. ഒരുപാടെണ്ണം സെലക്ട് ചെയ്ത് നോക്കി. പിന്നെ അവസാനം എടുത്തത് ആ ഒരു കറുപ്പ് കളറാണ്. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും സെയിം കളറുകൾ ഇങ്ങനെ ഇതിനകത്ത് ഇളക്കി വെച്ചിരുന്നാൽ നമ്മൾ എല്ലാ ദിവസവും വന്നിട്ട് ഇതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിങ്ങനെ വെച്ചാൽ പുറത്ത് പോകാൻ നേരത്ത് ഭയങ്കര എളുപ്പമായിരിക്കും. സാധാരണ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇടന്ന് തപ്പും. ഇന്ന് എന്തായാലും വിചാരിച്ചത് നേരത്തെ ഇതെല്ലാം എടുത്ത് വെക്കണം. പോകുന്നത് വളരെ റിലാക്സ്ഡായിട്ട് ഇറങ്ങി പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ കഴിക്കാനായിട്ട് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയും സ്വീറ്റ് പൊട്ടറ്റോയും പിന്നെ ഇത് ബിരിയാണി റൈസ്. വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാണല്ലോ നമ്മുടെ സന്തോഷം. ഇനി ഈ ഡ്രസ്സെല്ലാം എനിക്ക് മടക്കാനുള്ളതാണ്. ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമല്ല, എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയാണെന്ന് അറിയാമെങ്കിലും ഞാൻ കുറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ മറന്നു പോകുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്നതുമായിട്ടൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാറ്റർ തയ്യാറാക്കുക എന്നുള്ളത്. ഇപ്പോൾ ദോശ ബാറ്റർ എന്തായാലും തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഇന്ന് ബിരിയാണി അല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ചേർക്കാൻ ചോറില്ല. പിന്നെ കുറച്ച് ഈസ്റ്റ് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊരു 5-10 മിനിറ്റ് വെച്ച് ഒരു ഇച്ചിരി ഇളം ചൂടുവെള്ളത്തിലൊന്ന് എന്താ പറയുക ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഇത് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഈ ദോശയുടെ ബാറ്റർ ഞാൻ ഇളക്കിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ടെൻഷൻ അടിച്ച്. അങ്ങനെ പിന്നെ ഞാനിത് തിരിച്ച് വന്നിട്ടെടുക്കുന്നൊരു വീഡിയോ ആണ്. 6 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫ്രഷായി ചെടികളുടെ അടുത്തൊക്കെ പോയി ഇത്തിരി നേരം നിന്ന്. വീട് പണി നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം പൊടിയാണ്. അങ്ങനെ വെറുതെ ബുക്കെടുത്ത് മറിച്ച് നോക്കി. ഞാൻ ഈയിടെയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സ്വഭാവമാണ് ഇങ്ങനെ വാക്കുകളൊക്കെ എഴുതി വെക്കുക, അതിൻ്റെ മീനിങ്സൊക്കെ ഒന്ന് എഴുതി വെക്കുക, മലയാളം മീനിങ്സൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചു. ഇപ്പോൾ ഗവർണർ ആരാണ്, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റി. രാജേന്ദ്ര വിശ്വനാഥ് ആരേൽക്കറാണെന്നും ഗവർണറാണ് ചാൻസലർ ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യം, എന്നാലും ഒന്നും കൂടെ ഒന്ന് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റി. അങ്ങനെ വീണ്ടും വൈകിട്ട് തിരിച്ചു വന്ന് ഇനി എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഞാൻ ഒരു മസാല ദോശ വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. നല്ല നെയ്യുടെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു മസാല ദോശ വീട്ടിലുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാനിത് ഉണ്ടാക്കി. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വീട്ടിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ മോനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നെയ്യൊക്കെ ഇഷ്ടം പോലെ ലാവിഷായിട്ട് കോരി ഒഴിച്ച് എന്നിട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് മടക്കി ചുട്ടെടുത്ത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചമ്മന്തിയും ഞാൻ ഫ്ലോപ്പായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ മോൻ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതിനകത്ത് അരയ്ക്കാൻ പച്ചമുളകില്ല. ഞാൻ പിന്നെ വെളുത്ത ചമ്മന്തി ഉദ്ദേശിച്ചു. പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് ഒന്ന് ശരിയാക്കി എടുത്തത്. അങ്ങനെ ഇത്രയും ആയപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം.